ഓ, പത്രം വായിച്ചിട്ട് തലപെരുക്കുന്നു. എന്തൊക്കെയായി എഴുതി വെച്ചിരിക്കുന്നത്? ഇതെന്തായി തീരും? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദൈവമേ. അതെ, ഇപ്പൊ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല ചേട്ടാ. സ്കൂളിൽ പോകേണ്ട പ്രായത്തില് തെണ്ടി തിരിഞ്ഞു നടന്നത് കൊണ്ടല്ലേ ഒന്നും മനസ്സിലാകാത്തത്. എന്താടാ നീ പറഞ്ഞത്? സോറി ചേട്ടാ, ചെവി കേൾക്കാൻ വയ്യല്ലേ, ഞാൻ അറിഞ്ഞില്ല. എന്റെ ചെവിക്ക് കുഴപ്പമുണ്ടെന്ന് ആരാ പറഞ്ഞത്? അത് ശരി, അപ്പൊ ചെവി കേൾക്കാമല്ലേ? ചേട്ടനല്ലേ പറഞ്ഞത് എന്തൊക്കെയാ ഇത് എഴുതി വെച്ചിരിക്കുന്നേ, ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ. എടാ, അത് മുല്ലപ്പെരിയാറിന്റെ വാർത്ത വായിച്ചിട്ട് പറഞ്ഞതല്ലേ. മുല്ലപ്പെരിയാറിന് എന്താ കുഴപ്പം? നീ ഈ നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്? ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാ, അല്ലാതെ മുല്ലപ്പെരിയാറിലല്ല. ചേട്ടൻ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ മോനെ, മുല്ലപ്പെരിയാർ തകർന്നാ നമ്മള് മുങ്ങിപ്പോവും. അതിങ്ങനെ തകരുമോ ചേട്ടാ? ചുമ്മാ അതും ഇതും പറയല്ലേ. ചുമ്മാതല്ലടാ, ഉള്ളതാ. ഒരുപാട് പഴക്കമുള്ള അണക്കെട്ടല്ലേ. എന്തൊക്കെ ദുരിതങ്ങളാ എന്റെ ദൈവമേ. എന്നാലും ആ സെബാസ്റ്റ്യൻ ചേട്ടന്റെ കാര്യം. എന്തേ, അയാൾക്ക് എന്ത് പറ്റി? ചേട്ടൻ പത്രത്തിൽ വായിച്ചില്ലേ? വല്ലാത്തൊരു ഹതഭാഗ്യനായി പോയി സെബാസ്റ്റ്യൻ ചേട്ടൻ, പാവം. എന്ത് പറ്റിയടാ സെബാസ്റ്റ്യൻ ചേട്ടൻ? എന്ത് പറ്റി? നീ പറ. ആരാ ആള്? എവിടുത്തുകാരനാ? അതൊന്നും എനിക്കറിയില്ല. തലക്കെട്ട് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. താഴേക്ക് വായിക്കാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു ചേട്ടാ. തലക്കെട്ട് എന്താണെന്ന് പറയൂ. ചേട്ടൻ ഞെട്ടരുത്, ദാ ആ വാർത്ത ചേട്ടൻ തന്നെ വായിച്ചോ. 110 kV സബ്സ്റ്റേഷൻ പൊട്ടിത്തെറിച്ചു. ഇതാണോടാ ഞെട്ടിക്കുന്ന തലക്കെട്ട്? അത്രേ ഉള്ളായിരുന്നോ? ഞാൻ വായിച്ചത് അങ്ങനെ ആയിരുന്നില്ല ചേട്ടാ. നീ എന്താ വായിച്ചത്? അയ്യയ്യോ, KV സെബാസ്റ്റ്യൻ പൊട്ടിത്തെറിച്ചു എന്ന്.